കുമാരി. ഈ പുതുവർഷ പുലരിൽ കഴിഞ്ഞ വർഷത്തിലെ പ്രധാന വാർത്തകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. 2013 ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. 2013 പൊട്ടിവിടുന്നത് സെല്ലുലോയിഡ് എന്നൊരു നല്ല സിനിമയുമായിട്ടാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരേ ഒരു നടന് എന്തായാലും അഭിനയിക്കാനും അറിയാമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇംഗ്ലീഷ് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് നടനും മനസ്സിലായി കാണും. മെയ് മുതൽ ഓഗസ്റ്റ് വരെ രാത്രി 8-നും 9-നും ഇടയിൽ കേരളത്തിലെ കടകളും റോഡുകളും കാലിയായിരുന്നു. മലയാളി ഹൗസ് എന്ന പേരിൽ അറിയപ്പെട്ട കൊലയാളി ഹൗസ് കാണാൻ ആളുകൾ വീട്ടിലിരുന്നതാണ് കാരണം. മലയാളി ഹൗസ് ഇന്ന് രാത്രി 8 മണി മുതൽ 9 മണി വരെ. മലയാളി ഹൗസിലെ ഏറ്റവും വിലയേറിയ താരം സൂപ്പർ മെഗാ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് സൂര്യ ടിവിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. തന്റെ യഥാർത്ഥ പ്രായം 50 ആണ് എന്ന് വെളിപ്പെടുത്തിയതിനാണ്. സൗന്ദര്യം എനിക്കൊരു ശാപമായി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളുടെ മനം കവർന്ന റോസിൻ ജോളി ഇവിടെ സണ്ണിവേലിൽ ഒരു ബ്യൂട്ടി പാർലർ തുറന്നിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ തരുണിമണികളെയും തന്നെക്കാൾ സുന്ദരിമാരാക്കാൻ വേണ്ടിയാണത്രേ ഇത് ചെയ്തത്. മാമോയിൽ ആട്, തേക്ക്, മാഞ്ചിയം, ലാവ്ലിൻ. ആ ലിസ്റ്റിൽ ഏറ്റവും പുതിയത് സോളാർ. സൂര്യനെ വരെ വിൽക്കാമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും UN-ന്റെ അംഗീകാരം. എന്നെ തല്ലേതമാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രബുദ്ധ ജനതയെ പറ്റിക്കാൻ ആളുണ്ടായില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. എന്തായാലും കേരളത്തിലെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പേരുകളായി മാറി സരിതയും ഷാരൂഖും. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചൂടുള്ള ചർച്ചയിൽ. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 7 മണ്ഡലങ്ങളിൽ മാത്രം ജയിച്ച് ഒരു ഇന്നോവ കാറിൽ കൊള്ളുന്ന ആളുകൾ മാത്രമുള്ള പാർട്ടി ആയതുകൊണ്ട് ഇനി കോൺഗ്രസിന്റെ പേര് ഇന്നോവ പാർട്ടി എന്നാക്കിയാലോ എന്നതാണ് ചർച്ചാ വിഷയം. എന്തായാലും കോൺഗ്രസുകാർ ഇപ്പോൾ ഡൽഹിയിൽ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ഡൽഹിക്കാർ പറയുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നും. രഞ്ജിനി ഹരിദാസുമായി തർക്കം, പ്രവാസി അറസ്റ്റിൽ. An idea can change your life എന്നാണിട്ടുകൊണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് വന്ന് തന്റെ വ്യത്യസ്തമായ വസ്ത്രധാരണത്തിലൂടെയും മംഗ്ലീഷിലൂടെയും പ്രസിദ്ധയായ രഞ്ജിനി ഹരിദാസ് ആണ് അമേരിക്കയിൽ നിന്ന് വന്ന യുവാവിനെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തയിലേക്ക്.
ജനാധിപത്യ രാജ്യങ്ങൾ ഒരു വേലക്കാരി കാരണം അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോക പോലീസിന് അറിയുമോ ഒരു പാവം ഇന്ത്യൻ നയതന്ത്രജ്ഞയുടെ വിഷമം? പിന്നെ ഇന്ത്യ അതിന് പകരം കിട്ടിയത് ധൂം 3 എന്ന സിനിമയിലൂടെയാണ്. അമേരിക്കൻ FBI സാധിക്കാത്തത് അഭിഷേക് ബച്ചൻ സാധിച്ചു കാണിച്ചു. അമേരിക്കയിൽ വെച്ച് ആമിർ ഖാനെ പിടിക്കാൻ അവസാനം ഇന്ത്യൻ പോലീസിന്റെ സഹായം വേണ്ടി വന്നു. 2013 മലയാള സിനിമാ ലോകത്ത് പുതിയ തലമുറ പടങ്ങളുടെ കാലമായിരുന്നു. എന്നാൽ ഈ തലമുറയിലെ ചിലർ പഴയവർക്ക് വഴികാട്ടുകളായി. അതിന്റെ ഉദാഹരണമായിരുന്നു ആഷിഖ് കപൂർ റിമ കല്ലിന്റെ വിവാഹം. വിവാഹ ചിലവുകൾക്കായുള്ള പണം അതിനാവശ്യമുള്ളവർക്ക് നൽകി മാതൃകയായ ഈ ദമ്പതികൾ. ഇവർക്ക് ബേ ഏരിയ വിഷന്റെ ആശംസകൾ. ഡൽഹി ചരിത്രത്തിലേക്ക് മരണം വരെ മുഖ്യമന്ത്രിയാവാമെന്നുള്ള ഷീല ദീക്ഷിതിന്റെ സ്വപ്നത്തിന് വൻ തിരിച്ചടി. ഏറ്റവും പ്രായം കുറഞ്ഞവരുടെ ലോക്സഭ ജനങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ ഭരണത്തിലേക്ക്. പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് അത്യാവശ്യം നന്നായി സംസാരിച്ചിരുന്ന മൻമോഹൻ സിംഗിനെ ഊമയാക്കിയതുപോലെ കേജ്രിവാളിനെ മാറ്റില്ല കോൺഗ്രസിന്റെ പിന്താങ്ങൽ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരുപാട് കാലത്തെ ഊഹാപോഹങ്ങൾക്കൊടുവിൽ അവസാനം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ആരാധകരുടെ ഹൃദയത്തിൽ സ്പർശിച്ച പ്രസംഗം കാഴ്ചവെച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ സച്ചിൻ സച്ചിൻ എന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ.